Good morning. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിനകത്ത് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻവെസ്റ്റിഗേഷനും പ്ലാനിങ്ങും ഹൈവേസിലെ ഇന്നലെ നമ്മൾ എടുത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നത് എന്തായിരുന്നു? ഹൈവേ അലൈൻമെന്റ് എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നായിരുന്നു അല്ലെ. ഇനി നമ്മൾ ഒരു റോഡ് ഉണ്ടാക്കാൻ പോകുന്നതിന്, അതായത് റോഡിന്റെ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് മുൻപായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഇന്ന് നോക്കുന്നത് എഞ്ചിനീയറിംഗ് സർവേസ് ആണ്. എഞ്ചിനീയറിംഗ് സർവേസും ട്രാഫിക് സർവേസ് ആണ് അതിൽ വരുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവേസിൽ, അതായത് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഫോർ റോഡ് പ്രൊജക്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ റോഡിന്റെ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവേസ് ഉണ്ട്. അതിൽ രണ്ടെണ്ണമാണ് എഞ്ചിനീയറിംഗ് സർവേസും ട്രാഫിക് സർവേസും. അതിലെ എഞ്ചിനീയറിംഗ് സർവേസ് ആണ് നമ്മൾ നോക്കുന്നത്. ട്രാഫിക് സർവേസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഈ എഞ്ചിനീയറിംഗ് സർവേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന 4 കാര്യങ്ങളാണ്, സ്റ്റേജസ് ആണ്. സ്റ്റേജസ് ഓഫ് എഞ്ചിനീയറിംഗ് സർവേസ് ആണ് കാണുന്നത്. മാപ്പ് സ്റ്റഡി, റെക്കഗ്നൈസൻസ് സർവേ, പ്രിലിമിനറി സർവേ ആൻഡ് ഫൈനൽ ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സർവേ. ഓക്കെ, മാപ്പ് സ്റ്റഡി, റെക്കഗ്നൈസൻസ്, പ്രിലിമിനറി ആൻഡ് ഡീറ്റെയിൽഡ് സർവേസ് ഓർ ഫൈനൽ ലൊക്കേഷൻ സർവേ. അതായത് ഇതിലെ ഈ ആദ്യത്തെ 3 അതായത് മാപ്പ് സ്റ്റഡി, റെക്കഗ്നൈസൻസ്, പ്രിലിമിനറി സർവേ എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരുപാട് അലൈൻമെന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പല രീതിയിൽ നമുക്ക് അലൈൻ ചെയ്യാം. അപ്പോൾ ഈ എല്ലാ അലൈൻമെന്റിലും നമ്മൾ മാപ്പ് സ്റ്റഡിയും റെക്കഗ്നൈസൻസും പ്രിലിമിനറി സർവേയും ഒക്കെ നടത്തും. ഇത് പോസിബിൾ ആയിട്ടുള്ള അലൈൻമെന്റ്സ് എവിടെയാണോ, ഏതൊക്കെയാണോ ഉള്ളത്, അതിലെല്ലാം നമ്മൾ മാപ്പ് സ്റ്റഡി, റെക്കഗ്നൈസൻസ്, പ്രിലിമിനറി സർവേ നമ്മൾ നടത്തും. അതിനുശേഷം ആ സർവേ എല്ലാം നടത്തിയതിനു ശേഷം അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്യൂട്ടഡ് ആയിട്ടുള്ള അലൈൻമെന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് ചെയ്യുന്ന ആ ഒരു കണ്ടുപിടിച്ച സെലക്ടഡ് അലൈൻമെന്റിൽ കൊടുക്കുന്ന സർവേ ആണ് ഡീറ്റെയിൽഡ് സർവേ ആൻഡ് ഫൈനൽ ലൊക്കേഷൻ സർവേ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഒരുപാട് അലൈൻമെന്റ്സ് ഉണ്ടായിരിക്കും. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിലെല്ലാം നമ്മൾ ഓരോ വഴിയും പ്രത്യേകം എടുത്ത് അതിന്റെ മാപ്പ് സ്റ്റഡി ചെയ്യും, റെക്കഗ്നൈസൻസ് സർവേ ചെയ്യും, പ്രിലിമിനറി സർവേയും ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അലൈൻമെന്റ് സെലക്ട് ചെയ്തിട്ട് അതിനാണ് നമ്മൾ ഡീറ്റെയിൽഡ് സർവേയും ഫൈനൽ ലൊക്കേഷൻ സർവേയും ചെയ്യുന്നത്. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. തിയറി പോർഷൻ ആണ്, എന്നാലും നമുക്ക് നോക്കാം. അതായത് മാപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഒരു ടോപ്പോഗ്രാഫിക് മാപ്പ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് ഇപ്പൊ ഫിഗറിൽ കാണുന്നത് പോലെ ഈ മാപ്പ് നമുക്ക് ഇഷ്ടംപോലെ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. നമ്മുടെ ഓരോ ഏരിയന്റെയും മാപ്പ് നമുക്ക് ഇതുപോലെ അവൈലബിൾ ആണ്. അപ്പൊ ഇതുപോലത്തെ ഒരു മാപ്പ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാപ്പ് വെച്ച് നമുക്ക് പോസിബിൾ റൂട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ത്യയിലൊക്കെ ഈ നമ്മുടെ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് തയ്യാറാക്കുന്നത് സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അവരത് തയ്യാറാക്കുമ്പോൾ കോണ്ടൂർ മാപ്പുകളാണ് നമുക്ക് കിട്ടുന്നത്. ആ കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറയുന്നത് 15 or 30 മീറ്റർ ഇന്റർവെല്ലിലുള്ള കോണ്ടൂർ ഇന്റർവെല്ലിലുള്ള മാപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് 2 ലെവൽ ഡിഫറൻസുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 അല്ലെങ്കിൽ 30. ആ ഒരു കോണ്ടൂർ ഇന്റർവെല്ലിലുള്ള ടോപ്പോഗ്രാഫിക് മാപ്പ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ച് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള റൂട്ടുകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്നിട്ട് ആ മാപ്പില് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് റിവർ, ഹിൽസ്, വാലീസ്, അതെല്ലാം ഈ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് അതൊക്കെ ഒഴിവാക്കിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള അലൈൻമെന്റ് എങ്ങനെയാണെന്ന് നമുക്കൊരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ മാപ്പ് സ്റ്റഡി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് മാപ്പ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറയുന്നത്. റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറയുന്നത് വളരെ റഫ് ആയിട്ടുള്ള ഒരു സർവേ ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ സർവേ പഠിക്കുന്ന സമയത്തും നമ്മൾ ഈ സ്റ്റെപ്പുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. റെക്കഗ്നൈസൻസ് സർവേ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, റെക്കഗ്നൈസൻസ് സർവേയിൽ എന്താ ചെയ്യുന്നത്, ഒരു പെട്ടെന്നും ഒരു റഫ് ആയിട്ടുള്ള ഒരു സർവേ ആണ്. അതായത് പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. കാരണം എന്താ, നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് തിരയുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. പക്ഷെ ഒരു റഫ് ആയിട്ടുള്ള സർവേ ആണ്, ഒരു ഡീറ്റെയിൽഡ് സർവേ ഒന്നും അല്ല. റഫ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സർവേ ആണ്
റെക്കഗ്നൈസൻസ് സർവേ. അവിടെ നമ്മൾ അവിടുത്തെ ആ ഏരിയ ചെന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ഇൻസ്പെക്ട് ചെയ്യും. എന്നിട്ട് അവിടെ എന്തെങ്കിലും ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ എന്ന് നോക്കും. അവിടുത്തെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വളരെ മൈനർ ആയിട്ടുള്ള സർവേ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്കഗ്നൈസൻസ് സർവേ ചെയ്യുക. വളരെ ആക്യുറസി ഇല്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അവിടെ, ആക്യുറസി ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്നും നമുക്ക് അവിടെ വേണമെന്നില്ല. ഡൺ വിത്തൗട്ട് ആക്യുറേറ്റ് ഇൻസ്ട്രുമെന്റ്സ്, വളരെ മൈനർ ആയിട്ടുള്ള ഏതെങ്കിലും ഇക്വിപ്മെന്റ്സ്, അതായത് അപ്നി ലെവൽ, ബാരോമീറ്റർ, പോക്കറ്റ് കോമ്പസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് റെക്കഗ്നൈസൻസ് സർവേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്തിനാണ് റെക്കഗ്നൈസൻസ് സർവേ ചെയ്യുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ടോപ്പോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് പോണ്ട്, ലേക്ക്, റിവർ, വാലി, റിഡ്ജ്, ഹിൽ, മാർഷി ലാൻഡ്, പെർമനന്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് അതർ ഒബ്സ്ട്രക്ഷൻസ്. ഇതുപോലെയുള്ള എന്തെങ്കിലും ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു ജനറൽ ഐഡിയ നമുക്ക് കിട്ടണം. അപ്പോൾ പോണ്ട് ഏത് ഭാഗത്താണ് കിടക്കുന്നത്, ലേക്ക് എങ്ങനെയാണ് അലൈൻ ചെയ്തിരിക്കുന്നത്, അപ്പൊ അതിലൂടെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റോഡിനെ അലൈൻ ചെയ്യാനായിട്ട് സാധിക്കുമോ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ റെക്കഗ്നൈസൻസ് സർവേയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, that to collect geological information for foundation work of bridge and construction of road pavements. അതുപോലെ നമ്മൾ അവിടുത്തെ ജിയോളജിക്കൽ ഇൻഫർമേഷൻ, ഭൂമിയുടെ ഘടന എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഭൂമിയിലെ ഓരോ ലെയറുകൾ എങ്ങനെയാണ് കിടക്കുന്നത്, അപ്പൊ ഫൗണ്ടേഷൻ വർക്ക് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ബ്രിഡ്ജിന്റെ കേസിലായാലും റോഡ് പേയ്മെന്റ് കേസിലായാലും ഫൗണ്ടേഷൻ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കവിടെ എർത്ത് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ജിയോളജിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് റെക്കഗ്നൈസൻസ് സർവേ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ലോക്കൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയലും അതിന്റെ അവൈലബിലിറ്റി, ലേബേഴ്സിന്റെയും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി നമുക്ക് കളക്ട് ചെയ്യാൻ റെക്കഗ്നൈസൻസ് സർവേയിലൂടെ സാധിക്കും. ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് മാക്സിമം ഗ്രേഡിയന്റ് റേഡിയസ് ഓഫ് along alternative alignments. നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഗ്രേഡിയന്റ്, അതുപോലെ കർവിന്റെ റേഡിയസ്, അതൊക്കെ നമുക്ക് ഈ റെക്കഗ്നൈസൻസ് സർവേയിൽ ഡിറ്റർമൈൻ ചെയ്യാം. ടു ലൊക്കേറ്റ് ദ ഒബ്ലിഗേറ്ററി പോയിന്റ്സ് along the alternative routes. അതുപോലെ നമ്മുടെ ഒബ്ലിഗേറ്ററി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺട്രോളിംഗ് ഫാക്ടേഴ്സ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഗവേണിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയും. അതായത് ആ പോയിന്റ്സിലൂടെ പോകാൻ പാടില്ല, പോയിന്റ്സിലൂടെ പോകണം, അങ്ങനെ ഈ രണ്ട് രീതിയിലുള്ള പോയിന്റ്സ് ആണ് ഒബ്ലിഗേറ്ററി പോയിന്റ്സ്. അപ്പൊ അത് നമുക്ക് എവിടേക്കാണ് വരുന്നത്, എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാം. Then to prepare a rough estimate of the total cost of construction of the road along each route. അപ്പൊ നമുക്ക് ഒരുപാട് അലൈൻമെന്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ അലൈൻമെന്റ് എല്ലാ സൈറ്റിലും പോയിട്ട് നമ്മൾ റെക്കഗ്നൈസൻസ് സർവേ ചെയ്യും. എന്നിട്ട് അതിൽ വരുന്ന ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് റഫ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാനായിട്ട് റെക്കഗ്നൈസൻസ് സർവേ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാപ്പ് സ്റ്റഡി ആയിരുന്നു. അത് മാപ്പ് യൂസ് ചെയ്തിട്ട് മാപ്പിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഡിഫറെന്റ് അലൈൻമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഡിഫറെന്റ് അലൈൻമെന്റ്സ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ആ അലൈൻമെന്റ്സിൽ ഉള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കുന്ന റാപ്പിഡ് ആൻഡ് റഫ് സർവേ ആണ് റെക്കഗ്നൈസൻസ് സർവേ. ഈ റെക്കഗ്നൈസൻസ് സർവേ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ അലൈൻമെന്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കോസ്റ്റ് വരുന്നൊക്കെ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മൾ റെക്കഗ്നൈസൻസ് സർവേയിൽ ചെയ്യുന്നത്. പിന്നെ അടുത്ത സർവേ ആണ്, അതായത് തേർഡ് സ്റ്റെപ്പ് ആണ് പ്രിലിമിനറി സർവേ എന്ന് പറയുന്നത്. പ്രിലിമിനറി സർവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സർവേ ചെയ്യുകയാണ് പ്രിലിമിനറി സർവേയിൽ ചെയ്യുന്നത്. അതായത് പ്രിലിമിനറി സർവേയിൽ നമ്മൾ തൊട്ട് മുന്നേ റെക്കഗ്നൈസൻസ് സർവേ ചെയ്തതിനു ശേഷം കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതായത് ഓരോ അലൈൻമെന്റിലും വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റഫായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവരുടെ എല്ലാം ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവേ ആണ് പ്രിലിമിനറി സർവേയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് അവിടുത്തെ ഫിസിക്കൽ ഇൻഫോർമേഷൻ, അതുപോലെ ഡീറ്റെയിൽസ് ഓഫ് ടോപ്പോഗ്രഫി, ഡ്രെയിനേജോ, അതുപോലെ അവിടുത്തെ സോയിൽ കണ്ടീഷൻ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിലിമിനറി സർവേയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് പലതരത്തിലുള്ള പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഡിഫറെന്റ് അലൈൻമെന്റ്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചാൽ പല പ്രപ്പോസൽ നമുക്ക് കിട്ടും. അപ്പൊ അതിൽ നിന്ന് നല്ലൊരു അലൈൻമെന്റ് നമ്മൾ പ്രിലിമിനറി സർവേയിൽ എന്തായാലും തെരഞ്ഞെടുത്തേ പറ്റൂ. ഓക്കെ, അപ്പൊ ആ കിട്ടുന്ന ഓരോ അലൈൻമെന്റിലെ റെക്കഗ്നൈസൻസ് സർവേ നടത്തിയതിനു ശേഷം അതിൽ ഏത് അലൈൻമെന്റ് ആണ് നല്ലത് എന്ന് നമ്മൾ പ്രിലിമിനറി സർവേയിൽ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, അതുപോലെ ഓരോ അവിടുത്തെ ആ അലൈൻമെന്റിൽ വരുന്ന എർത്ത് വർക്ക് മെറ്റീരിയൽസ് അതിന്റെ എല്ലാം ഒരു ക്വാണ്ടിറ്റി എത്രയാണെന്ന് എസ്റ്റിമേറ്റ് എടുക്കണം.
എന്നിട്ട് ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള അലൈൻമെന്റ് നമ്മൾ അവിടെ കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് പ്രിലിമിനറി സർവേ ചെയ്യുന്നത്. അപ്പൊ ഈ പ്രിലിമിനറി സർവേ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറെ സ്റ്റെപ്പുകൾ ഉണ്ട്. അതായത് നമ്മൾ ആദ്യം ഒരു പ്രൈമറി ട്രാവേഴ്സ്, പിന്നീട് ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ലെവലിംഗ് വർക്ക്, ഡ്രെയിനേജ് സ്റ്റഡീസ് ആൻഡ് ഹൈഡ്രോളജിക്കൽ ഡാറ്റ, സോയിൽ സർവേ ആൻഡ് മെറ്റീരിയൽ സർവേ, ട്രാഫിക് സ്റ്റഡീസ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രിലിമിനറി സർവേയിൽ, അതായത് നല്ലൊരു ഹൈവേ റെക്കഗ്നൈസേഷൻ സർവേ, മാപ്പ് സ്റ്റഡിയിൽ നമ്മൾ പല അലൈൻമെന്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ അലൈൻമെന്റുകളിലെല്ലാം റഫ് സ്റ്റഡിയാണ്, സർവേ ആണ് റെക്കഗ്നൈസൻസിൽ ചെയ്യുന്നത്. അതായത് ആ ഭാഗത്തുള്ള ഒരു പ്രിലിമിനറി സർവേ, ഒരു ഡീറ്റെയിൽഡ് സർവേക്ക് തൊട്ട് മുൻപുള്ള ഒരു പ്രിലിമിനറി സർവേ നമ്മൾ നടത്തിയിട്ട് അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ സ്റ്റെപ്പുകൾ ഉണ്ട്. ആ സ്റ്റെപ്പുകളാണ് പ്രൈമറി ട്രാവേഴ്സ്, ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ലെവലിംഗ് വർക്ക്, ഡ്രെയിനേജ് സ്റ്റഡീസ് ആൻഡ് ഹൈഡ്രോളജിക്കൽ ഡാറ്റ, സോയിൽ സർവേ, മെറ്റീരിയൽ സർവേ ആൻഡ് ട്രാഫിക് സ്റ്റഡീസ്. ഇത് ഓരോ എന്താണെന്ന് നമുക്ക് റഫായിട്ടൊന്ന് പെട്ടെന്ന് നോക്കാം. അതായത് പ്രൈമറി ട്രാവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്രാവേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഫസ്റ്റ് പ്രിലിമിനറി സർവേയിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രൈമറി ട്രാവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാവേഴ്സ് നമ്മളവിടെ എടുക്കുന്ന ട്രാവേഴ്സ് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ട്രാവേഴ്സും ഓപ്പൺ ട്രാവേഴ്സും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ സർവേയിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും, അല്ലെ? അപ്പോൾ ഓപ്പൺ ട്രാവേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ എറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നീട് നമുക്ക് എറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആംഗിൾസ് എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത് തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്യുക. ദെൻ നമ്മൾ സെൻട്രൽ ലൈൻ അലൈൻ ചെയ്യുന്ന റോഡിന്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് നല്ല ചെയിനിങ് മെത്തേഡ് വെച്ചാണ് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യണം. അതായത് ഒന്നല്ലെങ്കിൽ ടാക്യോമെട്രി വെച്ച് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മോഡേൺ ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഒരുപാടുണ്ട്. അതിലേതെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ സെൻട്രൽ ലൈൻ ലെങ്ത് മെഷർ ചെയ്യും. ഓക്കെ, അതാണ് പ്രൈമറി ട്രാവേഴ്സിൽ നമ്മൾ ചെയ്യുക. അതായത് അവിടുത്തെ ആംഗിൾസും കാര്യങ്ങളും മെഷർ ചെയ്യണം. ട്രാവേഴ്സ് ഓപ്പൺ ആയിരിക്കും. അതുപോലെ തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ട് ആംഗിൾസ് വല്ലതും വരുന്നുണ്ടെങ്കിൽ അത് മെഷർ ചെയ്യണം. സെൻട്രൽ ലൈൻ ടാക്യോമെട്രി വെച്ചോ അല്ലെങ്കിൽ മോഡേൺ ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വെച്ചാണ് സെൻട്രൽ ലൈൻ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് പേര് പറയുന്ന പോലെ തന്നെ അവിടെയുള്ള ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് ഫീച്ചേഴ്സ് എന്തെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്ന ട്രാവേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ അലൈൻ ചെയ്യുന്ന റോഡ് ലെങ്ത്തിൽ എവിടെ എന്തെങ്കിലും ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അതുപോലെ മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്യുക. എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് അടുത്ത സ്റ്റെപ്പാണ് ലെവലിംഗ് വർക്ക്. അത് ലെവലിംഗ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് സെക്ഷനിങ് ഉണ്ട്, അതുപോലെ പ്രൊഫൈൽ ലെവലിംഗ് ഉണ്ട്, അതൊക്കെ ചെയ്യും. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള അലൈൻമെന്റ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കണം. ലെവലിംഗ് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ പെർമനന്റ് ടെമ്പററി ബെഞ്ച് മാർക്ക് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അത് GTS ഡാറ്റയിലേക്ക് കണക്ട് ചെയ്യുന്ന അപ്പോൾ പെർമനന്റ് ടെമ്പററി ബെഞ്ച് മാർക്ക് നമ്മളവിടെ കൊണ്ടുവരണം. പിന്നെ കോണ്ടൂർസ് വരയ്ക്കേണ്ടതായിട്ട് വരും. സൂട്ടബിൾ ഇന്റർവെല്ലിൽ കോണ്ടൂർസ് വരയ്ക്കും. പ്ലെയിൻ ടെറൈൻ ആണെങ്കിൽ 100 to 200 ആയിരിക്കും നമ്മൾ എടുക്കുന്ന ഇന്റർവെല്ല് മീറ്റേഴ്സ് കേട്ടോ. 100 to 200 മീറ്റേഴ്സ്. പ്ലെയിൻ ടെറൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടൂർ എന്ന് പറയുന്നത് അതിന്റെ ഇന്റർവെൽ 100 to 200 ആണ്. റോളിംഗ് ടെറൈൻ ആണെങ്കിൽ അപ് ടു 50 മീറ്റേഴ്സ് വരെ എടുക്കാം. ഹില്ലി ടെറൈൻ ആണെങ്കിൽ 30 മീറ്റേഴ്സേ കോണ്ടൂർ ഇന്റർവെൽ എടുക്കുള്ളൂ. എന്നിട്ട് ആ കോണ്ടൂർ എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ലെവലിംഗ് വർക്ക് ചെയ്യും. ഓക്കെ, ദെൻ ഡ്രെയിനേജ് സ്റ്റഡീസ് ആൻഡ് ഹൈഡ്രോളജിക്കൽ ഡാറ്റ. ഇതെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എത്രത്തോളം ഡ്രെയിനേജ് സ്ട്രക്ചേഴ്സ് അവിടെ കൊണ്ടുവരണം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഏത് ടൈപ്പ് കൊണ്ടുവരണം, അല്ലെങ്കിൽ എത്ര എണ്ണം കൊണ്ടുവരണം, അതിന്റെ സൈസ് എത്ര വലുപ്പത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രെയിനേജ് സ്റ്റഡീസ് ആൻഡ് ഹൈഡ്രോളജിക്കൽ ഡാറ്റ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രെയിനേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതിനനുസരിച്ചാണ് നമുക്ക് അവിടെ എത്ര ഹൈ ഫ്ലഡ് ലെവൽ, എത്രത്തോളം ഫ്ലഡ് ലെവൽ ഉണ്ടാവും, അതുപോലെ പോണ്ടഡ് വാട്ടർ ലെവൽ, ഡെപ്ത് ഓഫ് വാട്ടർ ടേബിൾ ഉണ്ടെങ്കിൽ അത് എത്ര ഡെപ്തിലാണെന്നൊക്കെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സർഫസ് റൺ ഓഫ്, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസ് റൺ ഓഫ് എത്രയാണ് ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് ആ ഒരു ഏരിയയിൽ എത്രയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രെയിനേജ് സ്റ്റഡീസ് ആൻഡ് ഹൈഡ്രോളജിക്കൽ ഡാറ്റ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിന് അടുത്ത സ്റ്റെപ്പാണ് സോയിൽ സർവേ. സോയിൽ സർവേ ഇത് നിങ്ങൾ ഒരുപാട് നമ്മുടെ കോളേജിൽ തന്നെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മുടെ കോളേജിൽ പുതുതായിട്ട് പുതിയ ബിൽഡിങ്സ് ഒക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾ
സോയിൽ സർവേ, സോയിൽ ടെസ്റ്റ് നടത്തുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അതായത് നമ്മളിപ്പോ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ സോയിലിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മുടെ ജിയോടെക് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു സോയിലാണ് എല്ലാ കൺസ്ട്രക്ഷൻസും, സോയിലിന്റെ ബിഹേവിയറും അതിന്റെ കപ്പാസിറ്റി, ബെയറിംഗ് കപ്പാസിറ്റി ഒക്കെ മനസ്സിലാക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ സോയിൽ സർവേ ഡാറ്റ പ്രകാരം മാത്രമാണ് നമ്മൾ ഫൈനലി നമ്മളൊരു റോഡിന്റെ അലൈൻമെന്റ് അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ എങ്ങനെ വേണമെന്ന് ഡിസൈഡ് ചെയ്യാറുള്ളൂ. അപ്പൊ ഇങ്ങനെ സോയിൽ സർവേ ചെയ്യുന്നത് കാരണം നമുക്ക് എർത്ത് വർക്ക്, സ്ലോപ്പ്, അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ എടുക്കണം, സോയിൽ ആൻഡ് സബ്സോയിൽ ആൻഡ് സർഫസ് ഡ്രെയിനേജ് റിക്വയർമെന്റ് എങ്ങനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഏത് പേയ്മെന്റ് ടൈപ്പ് കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ സോയിൽ സർവേ ചെയ്ത് കിട്ടുന്ന ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്താണ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി ഈ സോയിൽ സർവേ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ഹാൻഡ് ഓഗേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ജിയോടെക്കിന്റെ ക്ലാസ്സിൽ ഹാൻഡ് ഓഗേഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ 3rd മൊഡ്യൂളിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് ഓഗേഴ്സ് ആണ് നമ്മൾ, അല്ലെങ്കിൽ പോസ്റ്റ് ഹോൾ ഓഗർ ഓർ എനി അതർ സൂട്ടബിൾ ടൈപ്സ് ഓഫ് ഹാൻഡ് ഓഗേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പോസ്റ്റ് ഹോൾ ഓഗർ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാൻഡ് ഓഗേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ഒരു എംബാങ്ക്മെന്റിലാണ് നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്, ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് എംബാങ്ക്മെന്റ് ഹൈറ്റിനേക്കാൾ ഇരട്ടിയായിരിക്കണം, ഡബിൾ ആയിരിക്കണം നമ്മുടെ ഡെപ്ത് ഓഫ്. അതുപോലെ തന്നെ റാപ്പിഡ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജിയോ ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം. സോയിൽ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് ജിയോ ഫിസിക്കൽ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡാണ്. ഓക്കെ, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സോയിൽ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സർവേ ചെയ്തെടുക്കുന്ന സോയിലിന് ലബോറട്ടറി ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് അതിന് അതിൻ്റെതായ കപ്പാസിറ്റി, ബെയറിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുക്കും, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ അലൈൻമെന്റ് സെലക്ട് ചെയ്യാണ് വേണ്ടത്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് മെറ്റീരിയൽ സർവേ. മെറ്റീരിയൽ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് നമുക്ക് അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അഗ്രിഗേറ്റ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടത് അല്ലേ. അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽസ് എവിടെയാണുള്ളത്, അല്ലെങ്കിൽ ക്വാറീസ് നിന്ന് അതെങ്ങനെ ഉണ്ടാക്കുന്നു, നല്ല ക്വാറീസ് എങ്ങനെയാണ്, മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടും, അതിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്. ഓക്കെ, ഇനിയിപ്പോ മാനുഫാക്ചർഡ് മെറ്റീരിയൽസും ആവശ്യമാണ് നമുക്ക്, അതായത് ബ്രിക്ക്, ലൈം, സിമന്റ് അതൊക്കെ ആവശ്യമാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ സർവേ ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവേ ആണ് ട്രാഫിക് സർവേ. ട്രാഫിക് സർവേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് സെപ്പറേറ്റ് എടുത്ത് പഠിക്കാൻ തന്നെയുണ്ട്, മൊഡ്യൂളിന്റെ ചെറിയൊരു ഭാഗമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ട്രാഫിക് സർവേ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആ റോഡ് എന്തിനൊക്കെ, അതായത് നമ്മളിപ്പോ റോഡ് യൂസ് ചെയ്യുന്നത് ട്രാവലിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ട്രാവലിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും നമുക്ക് മനസ്സിലാക്കണം. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഇപ്പൊ കൺജഷൻ, എത്ര നമ്പർ ഓഫ് ട്രാഫിക് ലൈൻസ് അവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ എത്ര വിഡ്ത്തിലെ റോഡ് കൊണ്ടുവരണം, അതിന്റെ പേയ്മെന്റ് ഡിസൈൻ എങ്ങനെയായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള റോഡാണെന്നുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻസ് കൂടിയ റോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് SH NH ഒക്കെ പണിയുന്നത് പോലെ തന്നെ പണിയേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വില്ലേജ് റോഡ്, അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത റോഡാണെന്നുണ്ടെങ്കിൽ വില്ലേജ് റോഡൊക്കെ ആയിട്ട് പണിതാൽ മതി. അപ്പൊ അതൊക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അതൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാഫിക് സർവേ നടത്തുന്നത്. അപ്പൊ ട്രാഫിക് സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തോന്ന്, ട്രാഫിക് വോളിയം സ്റ്റഡി, ദെൻ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സർവേസ് ആണ്. ട്രാഫിക് വോളിയം സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നമ്പർ ഓഫ്, നമ്മളിപ്പോ ഒരു സ്ട്രെച്ച് ഓഫ് റോഡ് എടുക്കും, ഇത്ര മീറ്റർ ലെങ്ത് റോഡ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു റോഡിൽ ഒരു ഡയറക്ഷനിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണ് മൂവ് ചെയ്യുന്നത് എന്ന് നോക്കും. ആ നമ്പർ ഓഫ് വെഹിക്കിൾസിനെയാണ് നമ്മൾ ട്രാഫിക് വോളിയം സ്റ്റഡി, ട്രാഫിക് വോളിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന് ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സർവേ എന്ന് പറയുന്നത് ഒരു വാഹനം എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, അതായത് ഏറ്റവും കൂടുതൽ യാത്ര നടക്കുന്നത് ഏത് റൂട്ടിലാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സർവേ നടത്തുന്നത്. അപ്പൊ ഇതെല്ലാം സർവേ നടത്തിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ എത്ര ട്രാഫിക് ലൈൻ കൊടുക്കണം. ചില റോഡുകൾക്ക് നിങ്ങൾ 2 ലൈൻ കാണാം, ചിലയിടത്ത് 4 ലൈൻ ഉണ്ട്. അപ്പൊ അത് ആ റോഡിന്റെ ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ടാണ് നമ്മൾ ലൈൻസ് കൊടുക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാഫിക് സർവേ നടത്തുന്നത്. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ഫോളോ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് വെച്ചാണ് നമ്മൾ ഫൈനലി ഒരു ബെസ്റ്റ് ആൻഡ് സ്യൂട്ടഡ് അലൈൻമെന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
അങ്ങനെ ഒരു അലൈൻമെന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. ദാറ്റ് ഈസ് ഫൈനൽ ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സർവേ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റോഡിന്റെ നമ്മൾ കണ്ടുപിടിച്ച ആ അലൈൻമെന്റിലൂടെയുള്ള റോഡിന്റെ ഫൈനൽ ആൻഡ് ഡീറ്റെയിൽഡ് സർവേ ആണ് നമ്മളിവിടെ നടത്തുന്നത്. ഓക്കെ, അതായത് എഞ്ചിനീയറിംഗ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫൈനൽ ലൊക്കേഷൻ ഡീറ്റെയിൽഡ് സർവേ. അതായത് നമ്മളൊരു അലൈൻമെന്റ് പ്രിലിമിനറി സർവേയിൽ നിന്ന് നമ്മളൊരു അലൈൻമെന്റ് കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ സെൻട്രൽ ലൈൻ ലൊക്കേറ്റ് ചെയ്യും. സെൻട്രൽ ലൈൻ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഡീറ്റെയിൽഡ് സർവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ആ റോഡ് അവിടെ കൺസ്ട്രക്ട് ചെയ്യണം അല്ലെ. അപ്പൊ അതിന്റെ പ്ലാനും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽഡ് സർവേ നടത്തുന്നത്. അതായത് ഇപ്പോൾ ടു കളക്ട് ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് വർക്കിംഗ് ഡ്രോയിങ്സ്. അതായത് ഇപ്പൊ നമുക്ക് ഒരുപാട് ഡ്രോയിങ്സ് അവിടെ കാണിക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മുടെ കീ മാപ്പ്, ഇൻഡെക്സ് മാപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡ്രോയിങ്സ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ ആ ഡ്രോയിങ്സിന് വേണ്ടി എന്തൊക്കെ വർക്കിംഗ് ഡ്രോയിങ്സിന് വേണ്ടി എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് കിട്ടേണ്ടത് അത് ആ ഒരു സർവേ ആണ് ഫൈനൽ സർവേയിൽ വരുന്നത്. ദെൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടേണ്ടത് അതൊക്കെ അനലൈസ് ചെയ്യുന്നതിനും കളക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനൽ ഡീറ്റെയിൽഡ് സർവേ ചെയ്യുന്നത്. ദെൻ ടു കളക്ട് ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ ദ ഡിസൈൻ ഓഫ് റോഡ് ആൻഡ് ബ്രിഡ്ജസ്. ഡിസൈൻ വർക്കിന് നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് വേണം, അതുപോലെ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഡാറ്റാസ് വേണം, ലാൻഡ് അക്വിസിഷൻ, വർക്കിംഗ് ഔട്ട് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊജക്ട്, പ്രിപ്പറേഷൻ ഓഫ് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആൻഡ് റോഡ് പ്രൊജക്ട്സ്. ഇതിനെല്ലാം എന്തെല്ലാം ഡീറ്റെയിൽസ് വേണോ അതെല്ലാം കളക്ട് ചെയ്യുന്നതാണ് ഫൈനൽ ഡീറ്റെയിൽഡ് സർവേയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആ ഡാറ്റാസ് എല്ലാം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനലി നമ്മൾ ഇത്രയും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ 13 കാര്യങ്ങളാണ് നമ്മൾ റോഡ് പ്രൊജക്ടിന് വേണ്ടി ഡോക്യുമെന്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് കീ മാപ്പ്, ഇൻഡെക്സ് മാപ്പ്, പ്രിലിമിനറി സർവേ പ്ലാൻ, ഡീറ്റെയിൽഡ് ലൊക്കേഷൻ സർവേ പ്ലാൻ ആൻഡ് ലോജിറ്റ്യൂഡിനൽ സെക്ഷൻ, detailed cross section, detailed drawings for bridges and culverts, land acquisition plans, drawing of road intersection or road junction, drawing of cross drainage and masonry structures, drawings for retaining walls and other structure, land plans for quarries, draft specification, detailed estimate, cost estimate, general report. അതായത് ഫൈനലി നമ്മൾ അത്രയും സർവേ നടത്തിയിട്ട് ഈ റിസൾട്ട് ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഒരു റോഡ് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം മാപ്പ് സ്റ്റഡി ചെയ്യണം, റെക്കഗ്നൈസേഷൻ സർവേ ചെയ്യണം, പ്രിലിമിനറി സർവേ ചെയ്യണം, ആൻഡ് ഫൈനൽ ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സർവേ ചെയ്യണം. എന്നിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഡാറ്റാസ് ആക്കി ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു റോഡ് പ്രൊജക്ടിന് വേണ്ടി ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ പ്ലാൻ ആൻഡ് ഡോക്യുമെന്റ്സ് ആയിട്ട് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിലെ ഓരോന്നും എന്താണ്, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ്. നോട്ട് എഴുതി ഗൂഗിൾ ക്ലാസ് റൂമിൽ എല്ലാവരും സബ്മിറ്റ് ചെയ്യണം. അതിനനുസരിച്ചായിരിക്കും അറ്റൻഡൻസ് ഇടുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.